വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ സ്റ്റാറ്റിൽ പഠിച്ചിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തിയററ്റിക്കൽ സൈഡുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ആദ്യമായി പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് മാത്തമാറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് മാത്തമാറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ രണ്ട് പേര് വിളിക്കുന്നുണ്ട്. ഒന്ന് മാത്തമാറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കുന്നുണ്ട്, അതുപോലെ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കുന്നുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഉദാഹരണമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഡി മോയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഡി മോയർ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇൻ 1733 ആണ്. അതിനുശേഷം വേറെ സയന്റിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തിനാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നത് എന്നാണ്. എവിടെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സിറ്റുവേഷൻ എന്നാണ്. ഇപ്പം ഞാനൊരു വെറുതെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ക്ലാസ് റൂമിൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്തു. ആ എക്സാം കണ്ടക്ട് ചെയ്ത മാർക്കുകളെ നമ്മളൊരു കർവായിട്ട് വരച്ചാൽ, ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്താൽ, കുറച്ച് കുട്ടികൾ ബിലോ ആവറേജ് ആയിരിക്കും, കുറച്ച് കുട്ടികൾ എബോവ് ആവറേജ് ആയിരിക്കും, മെജോറിറ്റി കുട്ടികൾ ഉണ്ടാവും എവിടെയാണ്? ആവറേജ് ആയിരിക്കും. ഒരു നോർമൽ ക്ലാസ് റൂമിൽ അങ്ങനെയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഹിസ്റ്റോഗ്രാം ഒക്കെ വരച്ചിട്ട് അതിൻ്റെ പോളിഗണൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഒരു സ്മൂത്ത് ആൻഡ് കർവായിരിക്കും അല്ലേ? ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏകദേശം ഇവിടെ ഒരു ഞാൻ കാണിച്ചു തരാം. ഗ്രാഫ് ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും അതിൻ്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. അപ്പം അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക എന്നാണ്. ഇതിൻ്റെ തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചൊരു ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കിപ്പോൾ എല്ലാ കേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ശരിക്കും എന്ത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റേഷൻ പരിഹരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എപ്പോഴാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ n ലാർജും അതുപോലെ തന്നെ പി ആൻഡ് ക്യു ആർ ഓൾമോസ്റ്റ് ഈക്വലുമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഞാൻ പറഞ്ഞു, എല്ലാ കേസിലും നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ n എന്ന് പറയുന്നത് ലാർജും പിയും ക്യൂവും ഓൾമോസ്റ്റ് ഈക്വലുമായാൽ അവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല യൂസ് ചെയ്യുക. ആരാണ് യൂസ് ചെയ്യുക? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുക നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യണം. നമ്മൾ മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റേഷൻസ് പരിഹരിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ആര്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എപ്പോഴാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക? n ലാർജ് ആവണം, അതുപോലെ തന്നെ പി ആൻഡ് ക്യു ആർ എന്തായിരിക്കണം? ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. ഈ സിറ്റുവേഷനിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുലയാണ് പറയാൻ പോകുന്നത്. ഇൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ബി ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ if its probability density function PDF is f of x is equal to 1 by sigma root 2 pi into e raised to minus of x minus mu whole square by 2 sigma square ആണ്. അപ്പം ഇയാളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഫോർമുലയായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ബി ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് PDF ഈസ്, അതിന്റെ PDF എങ്ങനെ ആയിരിക്കണം? ദാ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ റൂട്ട് 2 പൈ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്നായിരിക്കണമെന്നാണ്. ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് എക്സ് ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, പൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 3.14 ആണ്, ഇ എന്ന് പറഞ്ഞാൽ ഏകദേശം
2.718 ആണ്. അതുപോലെ തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഓഫ് റാൻഡം വേരിയബിൾ എക്സ്. ഇനി എക്സിന്റെ വാല്യൂ എവിടെ, ഈ റാൻഡം വേരിയബിളിന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -∞ ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. അപ്പം ഈ ഒരു ഫോർമുല എന്താന്ന് നമ്മൾ പറഞ്ഞു, ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുലയായിട്ട് നമ്മൾ പറഞ്ഞത്. ഇവിടെ എക്സിന്റെ വാരിയബിൾ, ഈ എക്സ് എന്ന് പറയുന്ന വാരിയബിൾ ഉണ്ടായിരിക്കുക -∞ ഇൻഫിനിറ്റിക്കും ഇടയിലാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് മ്യൂവും സിഗ്മയുമാണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂ ആൻഡ് സിഗ്മയാണ്. മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഒരു നോർമൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ആരാണ്? ഒന്ന് മ്യൂ ആണ്, അടുത്ത ആരാണ്? സിഗ്മയാണ്. മ്യൂ ആൻഡ് സിഗ്മയാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫിൽ ഇവിടെ 2 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. 2 നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ, 2 കർവ് കൊടുത്തിട്ടുണ്ട്. ഈ മ്യൂ എന്ന് പറയുന്നത് മീൻ ആണല്ലേ, അയാൾ കൺട്രോൾ ചെയ്യുന്നത്, മ്യൂ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ ലൊക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ മീൻ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മ്യൂ മാറുന്നതിനനുസരിച്ച് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ലൊക്കേഷൻ മാറും. നിങ്ങൾ കണ്ടോ, ഇപ്പോൾ മ്യൂ 1 ഇതാണ് അതിന്റെ ഗ്രാഫ് നിൽക്കുന്ന പൊസിഷൻ, അതിന്റെ ലൊക്കേഷൻ ഇയാളാണ്. മ്യൂ 2 പോയപ്പോൾ അതിന്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ലൊക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മ്യൂ ആണ്. അപ്പോൾ എന്താ സിഗ്മയുടെ റോൾ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ റോൾ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ സ്പ്രെഡാണ്. അത് ഏതൊക്കെ ഏരിയയിൽ സ്പ്രെഡ് ചെയ്തു എന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ 2 കർവ് കാണുന്നുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾ, സ്പ്രെഡ് കൂടുതലാണ്. അപ്പം ഇത് ഒരു സിഗ്മയാണ്, ഇവിടെ സിഗ്മ മാറിയത് കൊണ്ടാണ് സ്പ്രെഡ് ഇങ്ങനെ വന്നത്. അപ്പോൾ സിഗ്മ കൺട്രോൾ ചെയ്യുന്നത് സ്പ്രെഡിനെയാണ്, ആ ഏരിയ എവിടൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. മ്യൂ കൺട്രോൾ ചെയ്യുന്നത്, മീൻ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? അതിന്റെ ലൊക്കേഷനാണ്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ലൊക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? മ്യൂ എന്ന് പറയുന്നത്. റെഡിയാണല്ലോ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഗ്രാഫ് ഇവിടെ കൺസിഡർ ചെയ്താണ്, അതിൻ്റെ ഒരു ഡയഗ്രാം, ഒരു കർവ് കൺസിഡർ ചെയ്താണ്. അപ്പോൾ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ കർവ് വരക്കണ സമയത്ത് ഇവിടെ ഈ ഒരു എൻഡ് ഭാഗം ഒരിക്കലും ഈ എക്സ് ആക്സിൽ ടച്ച് ചെയ്യാതെയാണ് പോകുക കേട്ടോ. ഇത് ഈ ഫിഗറിൽ ചിലപ്പോൾ നമുക്ക് ടച്ച് ചെയ്യുന്ന പോലെ തോന്നും, ഒരിക്കലും ഈ ടെയിൽ ഭാഗത ഇതെങ്ങനെ ഈ വാൽ ഭാഗം ടച്ച് ചെയ്യാതെ കണ്ടിന്യൂ ആയിട്ട് പോകും. ഇപ്പുറത്ത് ലെഫ്റ്റ് ഭാഗത്തും എന്തെയും ഇത് ടച്ച് ചെയ്യാതെയാണ് അങ്ങനെ ലെഫ്റ്റിലോട്ട് പോവുക ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാളുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത് ബെൽ ഷേപ്പ്ഡ് ആണ് അല്ലേ, അതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക ബെൽ ഷേപ്പ്ഡ്. ഞാൻ പറഞ്ഞു ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ മാർക്ക് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഒരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ എന്ത് കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾ ഇവിടെ ആയിരിക്കും. എന്ന് വെച്ചാൽ വല്ലാതെ എണ്ണം ഉണ്ടാവില്ല, കുറഞ്ഞ മാർക്ക് ഏറ്റവും കുറഞ്ഞ ആളുകളും കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ആവറേജ് ആളുകളായിരിക്കും എപ്പോഴും എന്തുണ്ടായിരിക്കുക? കൂടുതൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡയഗ്രാം വരച്ചാൽ അത് ഏറെക്കുറെ എന്തായിരിക്കും? ഒരു നോർമൽ കർവ് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബെൽ ഷേപ്പ്ഡ് ആണ്. അടുത്ത പോയിന്റ് ആണ് സിമ്മട്രിക് അബൌട്ട് മീൻ ആണ്. സിമ്മട്രിക് അബൌട്ട് മീൻ, ഈ മീൻ എന്ന് പറയുന്ന ആളുണ്ടാവുക ഈ മിഡിലാണ് മീൻ ഉണ്ടാവുക. ആ മീനിനെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ സിമ്മട്രിക് ആണ്. എന്ന് വെച്ചാൽ ഈ ഭാഗത്തോട്ടും ഒരേ ഷേപ്പാണ്. ഈ ഗ്രാഫ് കണ്ടോ നിങ്ങൾ, ഇവിടെ മ്യൂ ആണ്, സെൻട്രലാണ് മീൻ ഉണ്ടാവുക. ആ മീനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 ഭാഗവും സിമ്മട്രിയാണ്. എന്ന് വെച്ചാൽ ഈ ഭാഗവും ഒരു മിറർ ഇമേജ് പോലെ ഒരുപോലെയാണ് ഉണ്ടായിരിക്കുക. അടുത്തതൊരു കണ്ടിന്യൂസ് കർവാണ്. എന്തുകൊണ്ടാണ് ഇതിനെ കണ്ടിന്യൂസ് കർവ് എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. ഇനി കർവിനെ കണ്ടിന്യൂസ് കർവ് എന്ന് വിളിക്കാനുള്ള കാരണം ഈ എക്സ്, നമ്മൾ പറഞ്ഞു ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് ഒരിക്കലും എന്ത് ചെയ്യില്ല? എക്സ് ആക്സിൽ ടച്ച് ചെയ്യൂല. ഈ ഒരു ഗ്രീനിലാണല്ലോ നമ്മൾ കർവ് എടുക്കുന്നത്. ഈ കർവ് ടച്ച് ചെയ്യാതെ, എക്സ് ആക്സിൽ ടച്ച് ചെയ്യാതെയാണ് പോവുക. ഇവിടെ ലെഫ്റ്റ് ഭാഗത്തോട്ട് എന്താ ചെയ്യുക? എക്സ് ആക്സിൽ ടച്ച് ചെയ്യാതെയാണ് ഈ കർവ് പോവുക. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് കർവ് എന്ന് പറയുന്നത്.
അടുത്തൊരു പോയിന്റ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും മോഡും എല്ലാം ഈക്വൽ ആയിരിക്കും. മീൻ 5 ആണെങ്കിൽ മീഡിയനും മോഡും എന്തായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം അല്ലെ. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് ഈക്വൽ ടു 5, ദെൻ വാട്ട് ഈസ് മീഡിയൻ എന്ന് ചോദിക്കാം. അത് 3 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് പറയാൻ പോകുന്നു റാൻഡം വേരിയബിൾ ഹാസ് ഇൻഫിനിറ്റ് റേഞ്ച്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ റാൻഡം വേരിയബിളിന് ഇൻഫിനിറ്റ് റേഞ്ച് ഉണ്ടായിരിക്കും. റേഞ്ച് ഉണ്ടാവാനുള്ള കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഈ കർവ് ഇതാ അങ്ങനെ ടച്ച് ചെയ്യാതെ ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. അപ്പൊ ഏത് എക്സ് പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ഒരു റേഞ്ച് അവിടെ ഉണ്ടായിരിക്കും. റെഡിയാണല്ലോ, ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. അടുത്ത പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. നോ സ്ക്യൂനെസ്. സ്ക്യൂനെസ് ഇല്ല. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഇയാൾ നിൽക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് ഒരു ബെൽ ഷേപ്പ്ഡ് അല്ലേ? ഈ ഒരു കൂർത്ത ഭാഗം സെൻട്രലാണ്, ഒരു ബെൽ ഷേപ്പ്ഡ് ആണ്, സിമെട്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഷേപ്പ് മാറിയാൽ ഈ കൂർപ്പ് നടുവെന്ന് പോയിട്ട് ഒന്നുകിൽ ഇങ്ങോട്ട് കൂർത്ത ഭാഗം വന്നേക്കാം, അല്ലെങ്കിൽ ഈ ഒരു കൂർത്ത ഭാഗം ഇങ്ങോട്ട് വന്നേക്കാം, ആണല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കൂർപ്പ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെ മാറി വന്നാൽ ആ ഒരു നോർമൽ കർവിന്റെ ബെൽ ഷേപ്പ് മാറി ഷേപ്പ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അവിടെ സ്ക്യൂനെസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ എന്തില്ല? സ്ക്യൂനെസ് ഇല്ല. സ്ക്യൂനെസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് പക്ക ബെൽ ഷേപ്പ് ആണ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ സ്ക്യൂനെസിന്റെ കോയിഫിഷ്യന്റ് എന്താ ഉണ്ടാവുക? 0 ആയിരിക്കും. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നോ സ്ക്യൂനെസ് ആണ്. അതുകൊണ്ട് തന്നെ കോയിഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ആരാണ്? 0 ആണ്. ഇനി അടുത്ത നിങ്ങൾ നോക്കണം, നെക്സ്റ്റ് പോയിന്റ് മാക്സിമം ഹൈറ്റ് ഈസ് മീൻ എന്ന് വെച്ചാൽ ഇയാളല്ലേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു മീൻ എന്ന് പറയുന്നത് മ്യൂ അല്ലേ, ഇയാൾ സെൻട്രൽ അല്ലേ, സെൻട്രലല്ലേ മാക്സിമം ഹൈറ്റ് ഉണ്ടാവുക. അപ്പൊ മ്യൂവിലാണ് എന്തുണ്ടായിരിക്കുക? മാക്സിമം ഹൈറ്റ് ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് മാക്സിമം ഹൈറ്റ് ഈസ് മീൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് അസിംപ്ടോട്ടിക് ടു ദ ബേസ്. അസിംപ്ടോട്ടിക് ടു ദ ബേസ് എന്ന് വെച്ചാൽ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ആണ്. അസിംപ്ടോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ നോർമൽ കർവ് ഇതിനോട് ചേർന്ന് അങ്ങനെ പോകും, പക്ഷെ ടച്ച് ചെയ്യൂല. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിന് തന്നെ അസിംപ്ടോട്ടിക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചതാണ്. അസിംപ്ടോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർന്ന് പോവുക. ഈ ബേസിൽ എക്സ് ആക്സിൽ എന്ത് ചെയ്യില്ല? ടച്ച് ചെയ്യില്ല. ഈ കർവ് എന്ത് ചെയ്യും? എക്സ് ആക്സിനോട് അങ്ങനെ ചേർന്ന് പോകും. അതാണ് അസിംപ്ടോട്ടിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഈക്വൽ ടു 1. ഈ ഒരു കർവിന്റെ താഴെയുള്ള ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആണെന്ന് വെച്ചാൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം ഇപ്പുറത്ത് എത്ര ഉണ്ടാവുക? 0.5 ആയിരിക്കും. ഈ ഒരു റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എത്ര ഉണ്ടാവുക? 0.5 ആയിരിക്കും. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് ഏരിയ എത്രയാണ്? 1. സോ ദ ടോട്ടൽ ഏരിയ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് വിച്ച് ഹാസ് ഓൺലി 1 മോഡ്. നമുക്കറിയാം മോഡ് ചില ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെ ഒന്നിൽ കൂടുതൽ മോഡുകൾ ഉണ്ടാവും അല്ലെ. ചില ഡാറ്റ ഒക്കെ എടുത്തു കഴിഞ്ഞാലേ മോഡുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടായേക്കാം. പക്ഷെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഓൺലി 1 മോഡേ ഉണ്ടായിരിക്കുള്ളൂ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. ഇനി അടുത്ത കേസ് പറയാൻ പോകുന്ന Q1 ആൻഡ് Q2 ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. നോട്ട് ചെയ്ത് വെക്കണം. മീഡിയനിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും ഫസ്റ്റ് ക്വാർട്ടൈലും സെക്കൻഡ് ക്വാർട്ടൈലും. Q1 ഉം Q2 ഉണ്ടായിരിക്കുക ഒരേ അകലത്തിലാണ്. എവിടെ നിന്ന്? മീഡിയനിൽ നിന്ന്. ഏത് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. അടുത്ത് പറയാൻ പോകുന്നത് നോർമൽ കർവ് ഈസ് മീസോകർട്ടിക് ആണ്. നോർമൽ കർവ് ഈസ് മീസോകർട്ടിക്. എന്താ മീസോകർട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മീസോകർട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഒരു കർവ് മുകളിലുണ്ട്, ഒന്ന് താഴെയുണ്ട് അല്ലേ. ഇപ്പോൾ ഈ നോർമൽ ഷേപ്പിലുള്ള കർവിനെ പറയുന്ന പേരാണ് മ്യൂസോകർട്ടിക്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ആ കർവിനെ പറയുന്ന പേരാണ് മ്യൂസോകർട്ടിക്. ഇപ്പം ഇയാൾ നോർമൽ ആണെന്ന് വിചാരിച്ചോ, ഈ കർവ് ഉണ്ടല്ലോ, ഇയാൾ നോർമൽ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ താഴത്തെ ഒരു കർവ് ഉണ്ട്, ഇയാള് പ്ലാറ്റികർട്ടിക് ആണ്. എന്താണ്? പ്ലാറ്റികർട്ടിക് ആണ്. പ്ലാറ്റികർട്ടിക്. അപ്പം മീസോകർട്ടിക് എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ആ സെയിം കർവിനെ പറയുന്ന പേരാണ് മ്യൂസോകർട്ടിക്. അതിന്റെ താഴെ എങ്ങനെ താന്നു പോയാൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? പ്ലാറ്റികർട്ടിക്. പിന്നെ വേറൊരു കർട്ടിക് ഉണ്ട്, ലാക്ടോകർട്ടിക് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇതിനേക്കാളും പീക്ക്നെസ് കൂടും, ഹൈറ്റ് കൂടിയ കർവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് നോർമൽ കർവിനെ പറയുന്ന പേരെന്താണ്?
മീസോകെർട്ടിക് ആണ്. കെർട്ടോസിസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദി മെഷർ ഓഫ് കെർട്ടോസിസ് ഈസ് β1 = 3 ആണ്. എന്ന് വെച്ചാൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നോർമൽ കർവിൽ അതിൻ്റെ മെഷർ ഓഫ് കെർട്ടോസിസ് എന്ന് പറയുന്നത് എന്താണ്? β1 = 3 ആണ്. നിങ്ങൾ ഓർത്തു വെക്കണം, സ്ക്യൂനെസ് β1 = 0 ആണ്. കെർട്ടോസിസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഏത് കേസിൽ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ നോർമൽ കർവിൻ്റെ കേസിൽ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ പ്ലസ് സിഗ്മ ഓർ മ്യൂ മൈനസ് സിഗ്മയാണ്. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇതാ ഇവിടെ മാർക്ക് ചെയ്ത ഈ 2 പോയിന്റുകളാണ് ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസ് എന്ന് പറയുന്നത്. അതൊന്ന് മ്യൂ പ്ലസ് സിഗ്മയാണ് അല്ലെങ്കിൽ മ്യൂ മൈനസ് സിഗ്മയാണ്. നോട്ട് ചെയ്ത് വെക്കണം, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് മ്യൂ പ്ലസ് സിഗ്മയും ഉണ്ട്, അതുപോലെ ആരുണ്ട്? മ്യൂ മൈനസ് സിഗ്മയും ഉണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ പറയാൻ പോവാണ്. ഇഫ് XY ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ then x plus y also follows normal distribution. അപ്പോൾ എക്സും വൈയും ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചോ, അതിൻ്റെ എക്സ് പ്ലസ് വൈയും ഏത് ഫോളോ ചെയ്യും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൂൾ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. റൂൾ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവണമെങ്കിൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ചില ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് കണ്ടല്ലോ, ഈ കർവിൽ സെൻട്രലാണ് മ്യൂ ഉണ്ടാവുക. എന്ന് വെച്ചാൽ മീന് എടുക്കുക, സെൻട്രലാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മ്യൂ പ്ലസ് സിഗ്മ ഉണ്ട്, മ്യൂ പ്ലസ് 2 സിഗ്മ ഉണ്ട്, മ്യൂ പ്ലസ് 3 സിഗ്മ ഉണ്ട്. ലെഫ്റ്റിലോട്ട് മ്യൂ മൈനസ് സിഗ്മയുണ്ട്, മ്യൂ മൈനസ് 2 സിഗ്മയുണ്ട്, മ്യൂ മൈനസ് 3 സിഗ്മയുണ്ട്. ഇവിടെ ഈ മ്യൂ മൈനസ് സിഗ്മ മുതൽ മ്യൂ പ്ലസ് സിഗ്മ വരെയുള്ള ഏരിയ കണ്ടല്ലോ, ഈ മ്യൂ മൈനസ് സിഗ്മ മുതൽ മ്യൂ പ്ലസ് സിഗ്മ വരെയുള്ള ഈ ഏരിയ എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ ദി കർവ്. ഈ കർവിന് താഴെയുള്ള AUC എന്നിവിടെ റെപ്രസെൻ്റ് ചെയ്ത് ഏരിയ അണ്ടർ ദി കർവാണ്. ആ കർവിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് 68% അപ്പോൾ ആ ടോട്ടൽ കർവിൻ്റെ 68% വരുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? മ്യൂ മൈനസ് സിഗ്മ മുതൽ മ്യൂ പ്ലസ് സിഗ്മ വരെയാണ്. ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ നോക്കുക, ഇവിടെ മ്യൂ മൈനസ് 2 സിഗ്മ കണ്ടല്ലോ, ഇവിടെ മ്യൂ പ്ലസ് 2 സിഗ്മ കണ്ടല്ലോ. ഈ മ്യൂ മൈനസ് 2 സിഗ്മ മുതൽ മ്യൂ പ്ലസ് 2 സിഗ്മ വരെയുള്ള ഈ കർവിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഉണ്ടാവും ഏകദേശം 95% ആണ്. ആ ടോട്ടൽ കർവിൻ്റെ 95% കിടക്കുന്നത് മ്യൂ പ്ലസ് 2 സിഗ്മ മുതൽ മ്യൂ മൈനസ് 2 സിഗ്മ വരെയാണ്. സിമിലർലി ഇവിടെ നിങ്ങളൊരു മ്യൂ മൈനസ് 3 സിഗ്മ കണ്ടില്ലേ, ഇവിടെ ഒരു മ്യൂ പ്ലസ് 3 സിഗ്മ കണ്ടില്ലേ. ഈ മ്യൂ മൈനസ് 3 സിഗ്മ മുതൽ മ്യൂ പ്ലസ് 3 സിഗ്മ വരെയുള്ള ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 99.7 ആണ്. എന്ന് വെച്ചാൽ 100ൻ്റെ അടുത്താണ്. ആകെ 100 ഏരിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം മുഴുവൻ ഏരിയയും ഏതിൻ്റെ അടുത്ത് വന്ന് തീരും? ഈ മ്യൂ മൈനസ് 3 സിഗ്മ മുതൽ മ്യൂ പ്ലസ് 3 സിഗ്മ വരെയുള്ള ഏരിയ എടുത്താൽ ഏകദേശം 99.7 ആയി. എന്ന് വെച്ചാൽ ഇനി ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്ത് പോകണ ഇൻഫിനിറ്റ് ഭാഗം കൂട്ടിയാലും 0.3 കുറഞ്ഞ ഭാഗമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പം ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എപ്പോഴാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ let x follows normal distribution with mean mu and standard deviation sigma. അപ്പം മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. ഇവർ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ then the variable of z is known as a standard normal distribution. ഈ z വേരിയബിളിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. z എന്ന് പറഞ്ഞാൽ x മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഒരു z വേരിയബിളിൻ്റെ ഫോമിൽ നമ്മൾ പറയുകയാണ്. സെറ്റിൻ്റെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫോമാണെന്ത്? ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ z എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏരിയ അണ്ടർ ദി കർവ്, നമ്മൾ നേരത്തെ കർവ് വരച്ചില്ലേ, ആ കർവിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് ശരിക്കും എന്ത് ചെയ്യുക? ഈ ഇസഡ് ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മയാണ്. ഈ ഇസഡ് ഫോർമുലയെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ.
താഴെ പറയുന്ന ഒരു പോയിന്റ്, Z follows the normal distribution with mean 0 and standard deviation is 1. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. Z follows the normal distribution. Z എന്ത് ഫോളോ ചെയ്യും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. പക്ഷെ മീൻ 0യും അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉമായിരിക്കും. അപ്പോൾ Z ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യും, പക്ഷെ അവിടെ മ്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. മ്യൂ ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഈക്വൽ ടു 1. ഈ ഒരു കേസിലാണ് Z ഫോളോ എന്ത് ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ Z ഫോളോ ചെയ്യുന്നത്. അതിന്റെ താഴെ പറയുന്ന പോയിന്റ്, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് Z ഈസ് നോൺ ആസ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. The distribution of Z is known as a standard normal distribution. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി രണ്ട് പോയിന്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. The standard normal distribution is a normal distribution with a mean of 0 and standard deviation 1. മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കണം? വിത്ത് മീൻ 0 ആയിരിക്കണം, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അടുത്ത കേസ് പറയുന്നത്, ഇഫ് ഈച്ച് ഡാറ്റ വാല്യൂ ഓഫ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ Z സ്കോർ, ദ റിസൾട്ട് വിൽ ബി ദി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു നോർമൽ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള റാൻഡം വേരിയബിളിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്? Z സ്കോറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്, Z സ്കോറിലോട്ട് ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ Z സ്കോറിലോട്ട് ചേഞ്ച് ചെയ്ത റിസൾട്ടിന് പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് PDF ഓഫ് Z ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് Z എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക F ഓഫ് Z ഇസ് ഈക്വൽ ടു 1/√2π E മൈനസ് Z²/2 എന്നാണ്. ഇത് കാണാൻ നിങ്ങളൊന്നും ചെയ്യണ്ട. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF പറഞ്ഞില്ലേ, തൊട്ട് മുൻപ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോർമുലയിൽ നിങ്ങൾ അവിടെ മ്യൂന് 0യും സിഗ്മക്ക് 1ഉം കൊടുത്താൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF പറഞ്ഞ കേസിൽ മ്യൂവിന് 0യും സിഗ്മക്ക് 1ഉം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആരെ PDF കിട്ടും? PDF ഓഫ് Z കിട്ടും. അപ്പോഴാണ് നമുക്ക് ഏത് ഫോർമുല കിട്ടുക? F ഓഫ് Z ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു E മൈനസ് Z²/2 എന്ന് വെച്ചാൽ അവിടെ സിഗ്മയും മ്യൂ ഒക്കെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയിട്ട് പോകും. ക്യാൻസൽ ആയി പോകുക എന്ന് പറഞ്ഞാൽ മീനിന് 0യും സിഗ്മക്ക് 1ഉം കൊടുക്കുമ്പോൾ ആ ഫോർമുല ഈ ഫോർമുലയായിട്ട് ചുരുങ്ങും. ഇതാണെന്ത്? ഇസെറ്റിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇസെറ്റിൻ്റെ വാല്യൂ കിടക്കുന്ന എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും? -∞ ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഓവറോൾ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് പറഞ്ഞു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പറഞ്ഞു, അയാളുടെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്? നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് പറഞ്ഞു. അത് എന്തിനാ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏരിയ അണ്ടർ ദി കർവ് കാണാനാണ് ശരിക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. അതിൽ ഇസെറ്റിൻ്റെ ഈ ഫോർമുല എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇസെറ്റിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും പറഞ്ഞു. അപ്പോൾ ഇത്രയും തിയറി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് വെറും തിയററ്റിക്കൽ പെർസെപ്ഷനിലൂടെ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.